പാട്ടും കോഴിക്കോട് അല്ലെങ്കിൽ പാട്ടും പന്തുകളിയുമാണ് സത്യത്തിൽ കോഴിക്കോടിൻ്റെ ഒരു വലിയ സംഭവം. ഈ പാട്ടിന് ഒരാളെ നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യം ബാബുഖാൻ്റെ പേര് പറയും. പന്തുകളിയുടെ പേര് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒളിമ്പ്യൻ റഹ്മാനെ പറയും. റഹ്മാൻ ഖാൻ, ബഹുമാനപൂർവ്വം നമ്മൾ പറയണം റഹ്മാൻ ഖാൻ. ഈ ലോകം മുഴുവൻ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ പന്തിൻ്റെ പിന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് ഇപ്പോൾ കോഴിക്കോട്ട്. എല്ലാവരും പന്തിൻ്റെ മേലെ ഉറക്കൊഴിച്ച് പന്ത് കാണുന്നു, ഉറക്കമൊഴിച്ച് ചായയും കുടിച്ച് പന്ത് കളിയും കണ്ടു ഇരിക്കുന്ന സമയത്ത് ഒളിമ്പ്യൻ റഹ്മാൻ എന്ന് പറയുന്ന ആ മഹത് വ്യക്തിയെ കോഴിക്കോട്ടുകാർ ഓർക്കേണ്ടത് അനിവാര്യമാണ്. കാരണം ഏത് രീതിയിലും അക്കാലത്തൊരു വലിയ ഫുട്ബോൾ കളിക്കാരനുണ്ടായിരുന്നത് അബ്ദുറഹ്മാൻ എന്ന റഹ്മാൻ കെയാണ്. ഈ റഹ്മാൻ ക എന്ന് പറയുന്ന അദ്ദേഹം വളരെ കുഞ്ഞുകാലം മുതൽ ഫുട്ബോളുമായി തട്ടിക്കളിച്ച് കളിക്കുകയും കളിയുടെ പേരിൽ വിദ്യാഭ്യാസം മുടങ്ങിപ്പോവുകയും ചെയ്തൊരു പയ്യനായിരുന്നു. ഇതിൽ ഏറ്റവും വലിയ രസകരമായൊരു സംഭവമുണ്ട്. അദ്ദേഹം അന്ന് കളിച്ചിരുന്നത് കേട്ട കാര്യം ഒക്കെയാണ്. പക്ഷേ ഞാൻ റഹ്മാൻ ഖാനെ കണ്ടിട്ടുണ്ട്, നല്ല ബന്ധങ്ങളുണ്ട്, നല്ല എൻ്റെ കുടുംബമായിട്ടും ഒക്കെ അവരേട്ടനഞ്ഞന്മാരായിട്ടും അച്ഛൻ്റെ അനിയനും ഏട്ടനും ഔക്കാക്കിയായിട്ടൊക്കെ ബന്ധമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടുള്ള ഒരു സാധനം വെച്ചാൽ അന്ന് കോടതി മൈതാനത്തായിരുന്നു ഈ കുട്ടികളുടെ ഗ്രൗണ്ട്. എല്ലാവരും കോടതി മൈതാനത്ത് പോയി കളിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ ഏകദേശം ചെറുട്ട് റോഡിൽ തന്നെയായിരുന്നു താമസം. കോർട്ട് റോഡിലാണ് ഈ കടപ്പുറത്തേക്ക് പോകുന്ന വഴി. ചെറുട്ട് റോഡിൽ നിന്ന് അവിടെയായിരുന്നു ഈ കോടതി മൈതാനം എന്ന് പറയുന്നത്, കോടതിൻ്റെ പിറകുവശം. അപ്പോൾ ആ ഒരു സമയത്ത് വളരെ ചെറിയ ബാലനായിരിക്കെ ഒരിക്കൽ ഒരു വലിയ സംഭവം ഉള്ളത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബോള് പുറത്തേക്ക് അടിച്ച് മിന്നിച്ച്. പക്ഷെ ആ ബോള് പോയി മുട്ടിയത് കോടതിയിലെ ജഡ്ജിൻ്റെയോ മജിസ്ട്രേറ്റിൻ്റെയോ മറ്റേ കാറിൻ്റെ മുന്നിലുള്ളൊരു സൂചി പോലെ ഒരു സാധനം വയ്ക്കുമല്ലോ, ഒരു ശൂലം പോലെ, ഒരു കൊടിമരത്തിൻ്റെ മറ്റേ അതിന്മേലാണ് പോയി തട്ടിയത്. അതോടുകൂടി ആളുകളും കളിക്കുന്നവരൊക്കെ ബേജാറായി. കാരണം ന്യായാധിപൻ്റെ കാറിൻ്റെ മേലേക്കാണ് പന്തടിച്ചിട്ടുള്ളത്. വലിയ പ്രശ്നമായിരിക്കും എന്നാണ് തോന്നിയത്. പക്ഷേ ആ ന്യായാധിപൻ സംഭവിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ച കുട്ടീനെ കണ്ടിട്ട് അദ്ദേഹത്തെ അനുമോദിക്കുകയാണ് ചെയ്തത്. ആ ഒരു അനുമോദനം തന്നെ ആയിരിക്കും ഒളിമ്പിക്സിൽ വരെ എത്താൻ റഹ്മാൻ ഖാക്ക് പ്രചോദനമായതെന്ന് എനിക്ക് തോന്നുന്നു. റഹ്മാൻ ഖായുടെ ഒരു വലിയ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ക്ലബിൽ കളിച്ച് വളർന്നാണ് അദ്ദേഹം ജില്ലാ ടീം അങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തുന്നത്. റഹ്മാൻ ഖാക്ക് കുടുംബത്തിലെ പലരും ഫുട്ബോളേഴ്സ് തന്നെയാണ്. മാത്രമല്ല നല്ല സംഘാടകനാണ് ഔക്കാക്ക. കോഴിക്കോടൻ ഫുട്ബോളിൻ്റെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ശില്പിയാണ് സത്യത്തിൽ ഈ ഔക്കാക്ക. ഫുട്ബോൾ ഔക്കാക്ക മറ്റെന്താണ് പറയുക, KDFA ഓഫീസ് വിട്ട് വേറൊരു പരിപാടി വെക്കില്ല. അയാളുടെ മക്കളും ഇതേ സ്വഭാവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് 65 എറണാകുളം നാഷണലിൻ്റെ ഓർമ്മ സൂക്ഷിച്ച ഒരാളായിരുന്നു ജി ദേവരാജൻ മാഷ്. ഇത് പലരും പറഞ്ഞ കഥയാണെങ്കിലും എനിക്ക് നേരിട്ടറിയാവുന്നൊരു കാര്യമുണ്ട്. ജി ദേവരാജൻ മാഷും നമ്മുടെ സത്യജിത്തും കൂടി ഒരിക്കൽ കാലിക്കറ്റ് ടൈംസിൽ ഞാൻ ജോലി എടുക്കാൻ വേണ്ടി വന്നിരുന്നു. ജോലി എടുക്കുമ്പോൾ വേറെന്തോ ഒരു വലിയ സംഭവം നടത്തുന്നുണ്ട് കൊല്ലത്ത്, അതിൻ്റെ ഒരു പിരിവൊക്കെ ആവശ്യമായിട്ടാണ് വന്നത്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ ഞാനും മറ്റേ ദേവരാജൻ മാഷും സത്യജിത്തും കൂടി പുറത്തിറങ്ങി നടക്കുമ്പോൾ റഹ്മാൻ ഖാ പോകുന്ന കണ്ടു. മൂപ്പരാ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഞാൻ മറ്റേ സത്യം എന്നോട് ഇങ്ങനെ പറയും ചെയ്തു, റഹ്മാൻ ഖാ പോകണമെന്ന്. അപ്പോൾ മൂപ്പര് ശ്രദ്ധിച്ചിരുന്നില്ല ദേവരാജനോട്. അപ്പോൾ ആരാ എന്താണെന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒളിമ്പ്യൻ റഹ്മാൻ എന്ന് പറയുന്ന ആളാണ്. നോക്കുമ്പോൾ എന്താ വെച്ചാൽ ദേവരാജൻ മാഷ് ആ കളി കാണുകയും പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് ആ കളിയുടെ അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം സംഗീതാത്മകമാണ് റഹ്മാൻ ഖായുടെ കളി എന്നാണ് പറഞ്ഞത്.
അപ്പം ഞാൻ സത്യത്തിന് ചിരിക്കുകയും ചെയ്തു. കാരണം അത് മുമ്പേ എല്ലാവർക്കും വേണ്ടിയിട്ട് ഏതോ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഫുട്ബോളിന് സംഗീതമുണ്ട് എന്തോ ഒരു വാദം എന്തോ വന്നപ്പോൾ ജി ദേവരാജൻ മാഷ് പറഞ്ഞിട്ടുണ്ട്, ഈ ഫുട്ബോൾ കളിയിൽ ഒരു സംഗീതാത്മകമായ ഒരു കളി കളിച്ചിട്ടുള്ളത് റഹ്മാൻക്കയാണ്. ഈ റഹ്മാൻക്ക ഒളിമ്പിക്സിൽ പോയത് മെൽബണിൽ നടന്ന ഒരു ഇതിന് വേണ്ടിയിട്ട്, മെൽബൺ ഒളിമ്പിക്സിലായിരുന്നു ഇന്ത്യക്ക് വേണ്ടി ജേഴ്സി അണിഞ്ഞത്. പിന്നെ ഒരിക്കൽ സന്തോഷ് ട്രോഫി എറണാകുളത്ത് നടന്ന നേരത്തെ പറഞ്ഞ കഥയുടെ ബാക്കിയായിട്ട് അന്ന് വിജയിക്കാനുള്ള, അവരുടെ ക്ലബ്ബ് വിജയിക്കാനുള്ള ഒരു കാരണം ആ ഗോളടിച്ചത് റഹ്മാൻക്കായിരുന്നു. അതൊരു പെനാൽറ്റിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതുപോലെ തന്നെ റഹ്മാൻക്ക ഒരു വലിയ നടനായിരുന്നു. കാരണം ബക്കർ അന്ന് ഏറ്റവും മികച്ച സിനിമകളൊക്കെ നിർമ്മിച്ചിരുന്ന ബക്കർ, പി എ ബക്കറിൻ്റെ ചുവന്ന വിത്തുകൾ എന്ന് പറയുന്ന സിനിമ കോഴിക്കോട് കേന്ദ്രീകരിച്ച് വെറും മൂന്നാലിങ്കലും എന്താ പറയുക, രണ്ടാം ഗേറ്റ് വിട്ട് ബീച്ചും ഉള്ള ആ ഒരു ജില്ലത്തൊടി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്, മറ്റേ നമ്മളെ ബീച്ച് ആശുപത്രീൻ്റെ പരിസരം, അവിടെ വെച്ച് മാത്രം പൂർത്തിയാവുന്ന സിനിമകളായിരുന്നു ബക്കർജീൻ്റെ. കാരണം അന്ന് തൊട്ടടുത്ത് നമ്മളുടെ വേണാട്ടിൻ്റെ ഓഫീസൊക്കെ ഉള്ളവർക്കുണ്ട്. അപ്പോൾ അന്ന് നായകനായിട്ട് മൂപ്പർക്ക് വേണമെന്ന് നിർബന്ധം പിടിച്ചത് റഹ്മാൻ ഖാനെയാണ്. അതെങ്ങനെയാണെന്ന് ഒരു പിടുത്തുമില്ല. അങ്ങനെ ഒരു ലോറി ഡ്രൈവറുടെ വേഷമായിരുന്നു, ശാന്തകുമാരിയായിരുന്നു നായിക. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു കരാറ് വേറെ ഒന്നുമില്ല, അഭിനയിക്കാൻ. കാരണം മൂപ്പർക്ക് വേറൊരാൾ അയാളെ നിർദ്ദേശിക്കുന്നത് വലിയ താല്പര്യക്കുറവായി. കാരണം ഒരു അടിമയായി പോകുമോ എന്നിട്ടുള്ളൊരു ധാരണയായിരിക്കാം. പക്ഷേ ബക്കർജി അത് സുന്ദരമായി കൈകാര്യം ചെയ്യുകയും ഏറ്റവും നല്ല സിനിമ, ഏറ്റവും നല്ല എന്താ പറയുക അഭിനയം കാഴ്ചവെക്കാൻ നായകനായ ഈ ഫുട്ബോളർക്ക് സാധിക്കുകയും ചെയ്തു. അതിൽ ഭയങ്കര രസമുണ്ട്. മലയാള മനോരമ ഓഫീസിൻ്റെ, ഞാനന്ന് ഈ ഷൂട്ടിംഗ് കാണാൻ പോയിരുന്നു. ബക്കർക്കാനായിട്ടുള്ള ഒരു ബക്കർജിയായിട്ട് ഒരു നല്ല ബന്ധമുണ്ട്. അങ്ങനെ അത് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മലയാള മനോരമ ഓഫീസിൻ്റെ ആ ജംഗ്ഷൻ്റെ വലിയ മരത്തിൻ്റെ ഓപ്പോസിറ്റ്, ഇപ്പം അത് പൊളിച്ചു, റോഡ് വീതി കൂട്ടിയപ്പോൾ അവിടെ ഒരു ബാർബർ ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ബാർബർ ഷോപ്പിൽ ഇരുന്നിട്ട് മറ്റേ എന്താ പറയുക, ഈ അബ്ദുറഹ്മാൻ റഹ്മാൻ ഖാൻ നായകൻ്റെ മുടി വെട്ടുന്നൊരു സീൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും കെ എ ഫ്രാൻസിസൊക്കെ മനോരമേൻ്റെ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഇവരെ കാണും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റഹ്മാൻ ഖാനെ സംബന്ധിച്ചിടത്തോളം ഈ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പല ക്ലബ്ബുകൾ റോൾ എടുത്ത്, കാര്യമായിട്ട് പറയേണ്ടത് എന്താ വെച്ചാൽ 1954 റോവേഴ്സ് കപ്പിൻ്റെ കാര്യം പറഞ്ഞു. അതിൽ 55 നടന്ന ഒരു കളി മറ്റേ സർവീസസിനെ തോൽപ്പിച്ചിട്ടായിരുന്നു ഗോളടിച്ചത്. 55 സന്തോഷ് ട്രോഫിയിൽ സർവീസ് തോറ്റ് ബംഗാളാണ് ട്രോഫി നേടിയത്. ആ ബംഗാൾ ടീമിലായിരുന്നു റഹ്മാൻ ഖാൻ ഉണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, പ്രീമിയർ ടയേഴ്സ്, KSCB, ടൈറ്റാനിയം, മുഹമ്മദൻ വാസ്കോ തുടങ്ങിയ എല്ലാ ക്ലബ്ബുകളിലും പരിശീലനം പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ കുട്ടികളുടെ സ്റ്റേറ്റ് ഇതും ഒക്കെ ടീമിനെ പരിശീലിപ്പിക്കാനും ഒക്കെ ഈ റഹ്മാൻ ഖാൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റഹ്മാൻ ഖാനെ ഒന്ന് ഓർത്ത് വയ്ക്കുക. മകനും ഒരു വലിയ കളിക്കാരനായിരുന്നു, റെയിൽവേയിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ളത് ഈ ഫുട്ബോളിന് വേണ്ടി തന്നെയായിരുന്നു. ഇതുപോലെ തന്നെ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു സംഗീതജ്ഞൻ A.T. ഉമ്മർ, ഞാൻ പറഞ്ഞു തോന്നും. A.T. ഉമ്മറും സംഗീതകാരനായിരുന്നു. പിന്നെ സിനിമാ പാട്ട് കോഴിക്കോട് അബ്ദുൽ ഖാദറും മറ്റേ എന്താ പറയുക മകൻ നജ്മൽ ബാബുവും ഫുട്ബോളായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ വന്ന് സ്ഥിരമായി ഫുട്ബോൾ കളിച്ചിരുന്നു. എൻ്റെ ഏട്ടൻ്റെ സുഹൃത്തായിരുന്നു. അങ്ങനെ കോഴിക്കോടൻ ഫുട്ബോളും സംഗീതകാരന്മാരും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഒന്നാമത് കുറ്റിച്ചെറ ആയിക്കോട്ടെ, തെക്കുംതല ആയിക്കോട്ടെ, ഈ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ ഫുട്ബോൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തെക്കുംതലയിൽ ഫുട്ബോൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ ലോകത്തെല്ലാവരും അറിഞ്ഞ കാര്യങ്ങളാണ്. അവിടുത്തെ കുട്ടികൾ മുഴുവൻ ജനിച്ച് എന്താ പറയുക, താരാട്ട് പാടിനോടൊപ്പം തന്നെ ഫുട്ബോൾ കാറ്റ് കറക്കാനും പഠിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ കോഴിക്കോടും സംഗീതവും പോലെ തന്നെയാണ് ഫുട്ബോളും.
അപ്പോൾ ഇത്രയും വലിയൊരു ഫുട്ബോൾ മാമാങ്കം ലോകം മുഴുവൻ കൊണ്ടാടുമ്പോൾ ഞാൻ കോഴിക്കോടിൻ്റെ മാത്രമല്ല, മലബാറിൻ്റെ മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ ആദ്യകാല ഫുട്ബോളറായ ഒളിമ്പ്യൻ അബ്ദുറഹിമാനെ സ്മരിച്ചു എന്ന് മാത്രം.